ക്ലാസ് പഠിക്കുന്നതിൽ സംസ്കൃതം നമുക്കറിയാം, നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായി സംസ്കൃതം കൊണ്ട് ഹിന്ദിയൊക്കെ പഠിപ്പിക്കും. പക്ഷെ അത് അത്ര ആഴത്തിലും പരപ്പിലും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കുട്ടികൾ പഠിക്കാറില്ല. പക്ഷെ അദ്ദേഹം ആ പീരീഡ് നല്ല ആത്മാർത്ഥമായി കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ജാഗ്രതയോടെ സംസ്കൃതം പഠിക്കാൻ ഉപയോഗപ്പെടുത്തി. മഹാഭാരതവും രാമായണവും പരിശുദ്ധ ഖുർആനും ബൈബിളും എല്ലാം അദ്ദേഹം അനൗപചാരികമായി പഠിച്ച് അതിൽ നല്ല ആഴത്തിൽ പരപ്പിലുള്ള അറിവ് ആർജിച്ച് ആ വിഷയങ്ങളൊക്കെ തന്നെ താരതമ്യം ചെയ്തിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കറിയാം, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പൊക്കെ എടുത്ത് നോക്കിയാൽ സുരേഷ് സാറിൻ്റെ ഒരു ക്ലിപ്പിംഗ്സ് ഇല്ലാത്ത ഒറ്റ ദിവസം പോലുമില്ല. അത്രയേറെ ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത വെർച്വൽ ലോകത്തെ ഏറ്റവും എക്സ്ക്ലൂസീവായ വൈറലായ പ്രഭാഷണം കൂടിയാണ് പി സുരേഷ് ബാബു സാറ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് ആസാദ് എന്നാണ്. MSc പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസാദ് എന്ന് പേരിടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു ഫ്രീഡം ഫൈറ്ററായിരുന്നു